പ്രൈസ് ലോർഡ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെല്ലാം സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വചനവുമായി നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം സർവകൃപാലുവായ അവൻ എന്നെ ഇടയാക്കിയ അവൻ്റെ നാമത്തിന് നന്ദി അർപ്പിക്കുന്നു. നമ്മൾക്കൊരു വേദഭാഗം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കാം. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്നും കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്ത് സൗഖ്യം വരുത്തി കൊടുക്കും. ആമീൻ. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യമാണ്. അതിപ്രകാരമാണ് പറയുന്നത്: എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. ആമീൻ. ദൈവത്തിൻ്റെ നാമം എന്ന് എൻ്റെ ജനം, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം, ദൈവത്തിൻ്റെ ജനം എന്ന പേര് പറയുകയും അവൻ്റെ വചനത്തിൽ അനുസരിക്കാതെ നാം മുമ്പോട്ട് പോയാൽ ദൈവം നമ്മെ കൈവിടും. എന്നാൽ അവൻ്റെ പാദപീഠത്തിൽ അവനെ അനുസരിച്ചുകൊണ്ട് നാം മുമ്പോട്ട് പോകുന്നുവെങ്കിൽ, അവൻ്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മളെ തന്നെ താഴ്ത്തി നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് തിരിയുമെങ്കിൽ അവൻ നമ്മെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന ദൈവമാണ്. അവനിൽ നമുക്ക് ആശ്രയിക്കാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ, കുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ വലിയ പാപമല്ല എങ്കിലും ചെറുതായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അതെല്ലാം ക്ഷമിച്ച് അപ്പൻ മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവ തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്ന ദൈവമാണ്. അവൻ നമ്മെ ഒരു നാളും കൈവിടുന്ന ദൈവമല്ല. നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മളെ സാക്ഷാൽ രോഗങ്ങളെ വഹിച്ചവൻ അവൻ ഹല്ലേലൂയ നമ്മൾക്ക് വേണ്ടി അവൻ്റെ നമ്മളുടെ പാപ പരിഹാരത്തിന് വേണ്ടി ക്രൂശിലേറി 2 കള്ളന്മാരുടെ മധ്യത്തിൽ അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തൂക്കപ്പെട്ടുവെങ്കിൽ, നമ്മളുടെ പാപ പരിഹാരത്തിന് വേണ്ടി അവൻ അവൻ്റെ ജീവിതം ബലിയർപ്പിച്ചപ്പോൾ അവൻ്റെ തലയിലെ മുൾക്കിരീടം അണിഞ്ഞപ്പോൾ രക്തം ധാരധാരയായി ഒഴുകി എല്ലാ വേദനകളും കയ്പുനീർ കുടിച്ചുകൊണ്ട് എല്ലാ വേദനകളും സഹിച്ചുകൊണ്ട് നമുക്ക് അവൻ്റെ അവസാനത്തുള്ള രക്തം പോലും നമ്മൾക്ക് വേണ്ടി ഊറ്റിക്കൊടുത്തു അവൻ്റെ പാദപീഠയെ നമ്മൾക്ക് സമർപ്പിക്കാം. അവന് വേണ്ടി നമുക്ക് ജീവിക്കാം. അവൻ്റെ വചനം നമുക്ക് ലോകത്തിൽ ഉയർത്താം, അനേകരുടെ ഇടയിലേക്ക് പകർത്താം. അനേകർക്ക് അവൻ്റെ വചനം പകരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിടുതലും ആശ്വാസത്തിനും കാരണമാകും. അവൻ നമ്മെ സൗഖ്യം വരുത്തുന്ന ദൈവമാണ്. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന ദൈവമാണ്. അവൻ്റെ പാദപീഠത്തിൽ നമുക്ക് അണയുന്നുവെങ്കിൽ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കും ദൈവമക്കളെ. പലപ്പോഴും നമ്മൾ ലജ്ജിക്കപ്പെടേണ്ട സ്ഥാനത്തൊക്കെയും നമ്മെ അവിടുന്ന് മാനിച്ചുയർത്തിയ ദൈവത്തിൻ്റെ ഹല്ലേലൂയ പാദപീഠത്തിൽ നമ്മൾ ആശ്രയിച്ചുകൊണ്ട് അവൻ ചെയ്യുന്ന സകല ഉപകാരങ്ങൾക്കും, ചെറുതും വലുതുമായ എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നാം ആയിരിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ ലജ്ജിപ്പാൻ അനുവദിക്കത്തില്ല. ദേശത്ത് നമ്മെ കൈവിടത്തില്ല. പലരും നമ്മെ കൈവിടും. മാനുഷികമായി നോക്കുമ്പോൾ എല്ലാവരും കൈവിട്ടാലും കൈവിടാത്ത ദൈവമുണ്ട്. അപ്പനും അമ്മയെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ദൈവമാണ്. നമുക്ക് അവൻ്റെ പാദപീഠയിൽ ചേർന്ന് നിന്നുകൊണ്ട് അവനെ സ്തുതിക്കാം. അവൻ ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കും, ചെറുതും വലുതുമായ ഉപകാരങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. നന്ദിയല്ലാതെ നമ്മൾക്ക് ഒന്നുമില്ല. നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ദൈവസന്നിധിയല്ലാതെ. അതുകൊണ്ട് എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനം എല്ലാവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാകട്ടെ, വിടുതലാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവ സന്നിധിയിൽ താണിരുന്നു കൊള്ളുന്നു. ഗോഡ് ബ്ലെസ് യു.